അത് ഞാൻ നിന്നെ പഠിപ്പിക്കാൻ പറ്റ പാട് അതൊക്കെ വലിയ ഓർമ്മ പോസ്റ്റേ മതി നിർത്ത്. ഓ കാലി പിടിക്കാം മാപ്പ്. അതെ CSR നേരിട്ട് വിളിച്ചു പറഞ്ഞ കേസാ. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള പെൺകുട്ടിയെ പബ്ലിക്കിന്റെ മുമ്പിൽ മാനം കെടുത്താൻ നോക്കി എന്നുള്ളതാ ചാർജ്. എന്റെ അണ്ടിപ്പോൾ പോൾ സാറേ, നീ ആയിരുന്നെങ്കിൽ പെണ്ണിന്റെ ചന്തിക്കിട്ട് അടിച്ചിട്ടേ സംസാരിക്കുള്ളായിരുന്നു. അവള് പറഞ്ഞതെന്ന് അറിയാമോ? എന്റെ ഭാസ്കര മാഷ പാട്ട് കേട്ടിട്ട് മഞ്ഞിന്റെ മനമുള്ളിൽ എന്റെ ഭാസ്കര മാഷ പാട്ട് ഒറ്റ ചവിട്ടിയാ ഇരിക്കും മാഷേ. ഒരിക്കൽ എന്നെ പഠിപ്പിച്ചു എന്നുള്ള ബഹുമാനം കൊണ്ട് പറയാ. കേസ് ഏറ്റെടുക്കാൻ അയാൾ തയ്യാറായ സ്ഥിതിക്ക് മാഷ് പിടിച്ചു മാറ്റാൻ ചെന്നാണെന്ന് ഞാൻ വരുത്തി തീർത്തോളാം. പക്ഷെ വെറുതെ പറഞ്ഞേക്കാൻ എനിക്ക് പറ്റില്ല. ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിലേ കരടച്ച റെസീറ്റുമായിട്ട് വരാൻ പറ. അങ്ങനെ വല്ലവന്റെ പെടലിക്ക് ചാരി വെച്ചിട്ട് എനിക്ക് രക്ഷപ്പെടണ്ടേ. നാളെ നേരം പുലർന്നാലേ കേസ് അങ്ങ് കോടതിയിലെത്തും. മാഷ് സസ്പെൻഷനിലോ. മാഷേ മാഷേ ഈ സമയത്ത് വിളിച്ച ടാക്സ് അടച്ച റെസീറ്റുമായിട്ട് വരാൻ ആരെങ്കിലും ഉണ്ടാവോ? ബന്ധുക്കൾ ആരെങ്കിലും ആയാലും മതി. ബന്ധുക്കളെന്ന് പറയാനായിട്ട് എനിക്ക് ആകെ ഭാര്യയും മോനും മാത്രമേ ഉള്ളൂ. അവരുടെ പേരിൽ സ്ഥലം വല്ലതുണ്ടോ? ഭാര്യയുടെ പേരിലല്ലേ സ്ഥലമൊക്കെ. എന്നാ പിന്നെ പെട്ടെന്ന് വിളിച്ച് പറ. വിളിക്കും മാഷേ. നമ്പർ എത്രയാ? ഓ എന്റെ ഭാര്യയാണല്ലോ വിളിക്കണ്ടേ. അണ്ടിപ്പോളി ഇതിന്റെ കാര്യം.